തൃശൂർ പാവറട്ടിയിൽ വയോധികയായ അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. തരകൻ കോഴിപ്പറമ്പിൽ ചെറിയാന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. ഈ സംഭവത്തിൽ മകൻ 46-കാരനായ ബെൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ തോട്ടത്തിൽ നിൽക്കുകയായിരുന്ന ഡോളിയെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച ശേഷം കഴുത്തറുത്ത പ്രതി പിന്നാലെ വാക്കത്തിയെടുത്തുകൊണ്ടുവന്ന് തലയിൽ വെട്ടുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സമീപവാസിക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മാനസിക സമ്മർദ്ദത്തിന് ബെൻഹർ ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നുവെന്നാണ് വിവരം. നേരത്തെ ബംഗളൂരുവിലായിരുന്ന ഇയാൾ മുൻപ് ലഹരിക്ക് അടിമയായിരുന്നുവെന്നും പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു കൊലപാതകം. വീട്ടിലെ തോട്ടത്തിൽ ദൈനംദിന ജോലികൾ ചെയ്യുകയായിരുന്ന ഡോളിയെ ബെൻഹർ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം കത്തികൊണ്ട് കഴുത്തറക്കുകയും പിന്നീട് വെട്ടുകത്തിയെടുത്തുകൊണ്ടുവന്ന് തലയിൽ വെട്ടുകയുമായിരുന്നുവെന്നാണ് വിവരം. തകരൻ കോഴിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ചെറിയാന്റെ ഭാര്യയാണ് 70-കാരിയായ ഡോളി. പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് മകൻ ഇവരുടെ കഴുത്തറുത്തത്. പിന്നാലെ അകത്തുപോയി വെട്ടുകത്തി കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്തിട്ട് തലയ്ക്ക് ആഴത്തിൽ വെട്ടുകയായിരുന്നു. പറമ്പിൽ ജോലിക്കായി വന്നിരുന്ന സമീപവാസിയായ അറക്കൽ ഡേവിസ് സംഭവം കണ്ട് ബെൻഹറിനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബെൻഹർ ഇയാൾക്ക് നേരെയും തിരിഞ്ഞു. കത്തികൊണ്ട് ഡേവിസിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഡോളിയെ ആദ്യം പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. മകനാണെങ്കിൽ ഒരു വൈകാരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു വിഷമമുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു സ്വപ്നമാണത്. വെട്ടുകത്തി കൊണ്ട് അമ്മയെ ബാക്കിൽ വെട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞതും. ഞാൻ ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ഒരു സീനായിരുന്നു. അങ്ങനെ തന്നെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസിൽ ഞങ്ങൾ പാവത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വർഷം തന്നെ പറഞ്ഞു വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും പിന്നെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രതി ബെൻഹറിനെ വീട്ടിൽ നിന്ന് തന്നെ പാവറട്ടി പോലീസ് പിടികൂടി. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഏറെ നാളായി മാനസിക സമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. നേരത്തെ ബംഗളൂരുവിലായിരുന്നു ബെൻഹർ. പിതാവും സഹോദരനും മരിച്ച ശേഷം അമ്മയും മകനും മാത്രമായിരുന്നു വീട്ടിൽ താമസം. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.